പിയെ തോൽപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ബി ജെ പിയുമായിട്ട് നേരിടാനായിട്ട് ഏറ്റവും ക്രെഡിബിളായിട്ട് യു പിയിലെ മറ്റൊരു പാർട്ടി മായാവതിയാണ്. ഒരുപക്ഷെ മുസ്ലിം സമൂഹം ഈ സമയത്ത് മായാവതിയുടെ പിന്നിൽ ദളിത് മുസ്ലിം കോമ്പിനേഷനായി ആക്കുന്നതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചാൽ മുലായം യാദവിനും ഈ പാർട്ടിക്കുമെല്ലാം വലിയ തിരിച്ചടി ഉണ്ടാവും. അതല്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു പരാജയത്തിലേക്കുള്ളൊരു പോക്കാണ് എന്ന് കണ്ടാൽ കൂടെ എന്നും ഉറച്ചു നിന്ന യാദവന്മാർ പോലും ഉണ്ടാകുമോ, അതോ അവർ പുതിയ മേച്ചിൽ പടങ്ങൾ നോക്കി മുന്നോട്ട് പോകുമോ എന്നൊക്കെയുള്ള വളരെ ആശങ്കയുണ്ടാക്കുന്നൊരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ളൊരു കാസ്റ്റ് കോമ്പിനേഷൻ ഉറപ്പിക്കാതെ ഒരു ഇമേജ് ആയിട്ട് മുന്നോട്ട് പോവുക, ഇത്രയും നാൾ മുലായത്തിൻ്റെ കൂടെ നിന്നവരെല്ലാം മോശമാണ് എന്ന് പറഞ്ഞ അമർ സിംഗ് ഇതിനു മുമ്പും ഉണ്ടായിരുന്നിട്ടുണ്ടല്ലോ. എന്നാൽ ബീഹാർ തിരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ ജനതാദൾ ഫാക്ഷൻസ് കൂടി ഒരുമിക്കാനുള്ള ഒരു ശ്രമം നടത്തി. അത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അത് പൊളിഞ്ഞു പോയപ്പോൾ അന്ന് അമർ സിംഗ് ആ പാർട്ടിയിലുണ്ടായിരുന്നില്ല. ഇന്നലെ മുലായത്തിൻ്റെ അനുജൻ പറഞ്ഞത് അത് രാം ഗോപാൽ യാദവ് എന്ന് പറയുന്ന മുലായത്തിൻ്റെ മറ്റൊരു കസിനായിരുന്നു അത് പൊളിച്ചത്. എന്തുകൊണ്ടാണ് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ മുകളിൽ ബി ജെ പിയുടെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സമ്മർദ്ദങ്ങൾ ചില കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നെല്ലാം ആളുകളുടെ മുന്നിൽ തന്നെ പറഞ്ഞത് മുലായം സിംഗിൻ്റെ അനുജനാണ്. അപ്പോൾ ഇതിൻ്റെ ഫാമിലിയുടെ അകത്ത് നടക്കുന്ന ഒരു വാറാണ്. ഇതിനൊരു ഐഡിയോളജിക്കൽ തലമില്ല, ഒരു ഓർഗനൈസേഷണൽ തലമില്ല, ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഇല്ല. അധികാരം എങ്ങനെ പങ്കുവെക്കണം എന്നുള്ള ഒരു കുടുംബത്തിൻ്റെ അകത്തെ ഫൈറ്റാണ്. ആ കുടുംബത്തിൻ്റെ കമ്പൽഷൻസ് ഒന്നും യു പിയിലെ വോട്ടർമാരുടെ കമ്പൽഷനാണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ആ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ അഖിലേഷ് യാദവ് നടത്തിയിട്ടുള്ള കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൻ്റെ ഒരു ആൻറ്റി ഇൻകംബസിൽ നിന്ന് അദ്ദേഹത്തിന് മാറി നിൽക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ 5 വർഷത്തെ ഭരണം കൊണ്ട് യു പിയിൽ ക്രമസമാധാന നില നന്നായോ? എന്തുകൊണ്ടാണ് വലിയ ശക്തമായ തിരഞ്ഞെടുപ്പുകൾ മുലായത്തിന് പല തിരഞ്ഞെടുപ്പുകളിലും എസ് പിക്ക് നേരിടേണ്ടി വന്നത്? അന്നെല്ലാം അഖിലേഷ് യാദവിൻ്റെ ഇമേജും അദ്ദേഹത്തിൻ്റെ പറയപ്പെടുന്ന ഡെവലപ്മെൻറ്റ് പ്ലാനൊന്നും എന്തുകൊണ്ട് ജനങ്ങൾ അംഗീകരിച്ചില്ല എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഉത്തരം പറയേണ്ടി വരും. ശ്രീ സി എൽ മനോജ്, ഒരു കാര്യം കൂടി ഡോക്ടർ സബാസ് പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ പിളർപ്പുകൾ, കൂടുതൽ പുതിയ സഖ്യങ്ങളുടെ സാധ്യതകൾ ഇതിലേക്കൊക്കെ വഴിവെക്കും ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് കരുതുന്നുണ്ട്. ഇപ്പോൾ അഖിലേഷ് യാദവ് എസ് പി പിളർത്തിപ്പോവുക എന്ന സാഹചര്യം വരുമോ? അങ്ങനെയെങ്കിൽ കോൺഗ്രസുമായി സഖ്യം എന്ന സാധ്യത വരുമോ? അതുപോലെ തന്നെ ഈ രാംഗോപാൽ യാദവിൻ്റെ കാര്യം പറയുകയുണ്ടായി, രാംഗോപാൽ യാദവിൻ്റെ കാര്യം പറയുകയുണ്ടായി. അദ്ദേഹത്തിന് മേൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ആശയവിനിമയം അദ്ദേഹവുമായി നടത്തുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മ അവിടെ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന ശ്രുതികളുണ്ട്. അത്തരം സാധ്യതകൾ മുന്നിൽ വരുന്നുണ്ടോ? ബി ജെ പി ആണോ ആത്യന്തികമായി ഇപ്പോഴത്തെ ഈ ഘട്ടത്തിൽ നേട്ടമുണ്ടാക്കുക? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആത്യന്തികമായിട്ട് ഒരു കുടുംബത്തിലെ പവർ ഷെയറിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഫൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ പവർ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നതിൽ അവർക്കെല്ലാം തന്നെ ഒരു താല്പര്യമുണ്ട്. അപ്പം അതുകൊണ്ട് നാളെ ഇതൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുമോ, അതോ ഇവരെല്ലാം തമ്മിൽ വീണ്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിലൂടെ ഒരു കൃത്രിമമായിട്ടുള്ളൊരു യൂണിറ്റി മുന്നിൽ കാണിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് നോക്കി കാണേണ്ട കാര്യമാണ്. ആ കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം വരുന്നത് വരെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കില്ല. പല ആളുകളും പല പാർട്ടികളുമൊക്കെ ആയിട്ട് സംസാരിക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും വരും. പിന്നെ രണ്ടാമത്, അഖിലേഷ് യാദവിന് ഒരു പാർട്ടി നടത്തി കൊണ്ടുപോകാനുള്ള സമയമുണ്ടോ, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് നടത്തുമ്പോഴുള്ള പ്രായോഗികമായിട്ടുള്ള വെല്ലുവിളികളെ നേരിടാനുള്ള ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന് ശക്തിയുണ്ടോ, അതിന് പ്രാഗൽഭ്യമുണ്ടോ, അതൊന്നും തെളിയിക്കപ്പെടാത്ത കാര്യങ്ങളാണ്. മൂന്നാമത്, ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മുസ്ലിം സമുദായം ഒരുപക്ഷെ മായാവതിയിലേക്ക് പോകും എന്ന് മനസ്സിലാക്കി മുലായം സിംഗ് ഇനിയും ഒരു ഗ്രാൻഡ് അലയൻസ് എന്ന് പറഞ്ഞ് മറ്റ് സെക്യുലർ പാർട്ടികളെ കൂടെ നിർത്താൻ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ അതെല്ലാം ആത്യന്തികമായിട്ട് വീണ്ടും ഈ വോട്ട് ബാങ്കിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു എക്സസൈസ് ആയിരിക്കും. ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, രാംഗോപാൽ യാദവിനെ പഴി പറഞ്ഞു, കഴിഞ്ഞ അലയൻസ് പൊളിഞ്ഞതിൻ്റെ കാര്യം അദ്ദേഹമാണെന്ന്. പക്ഷെ അന്ന് രാംഗോപാലിൻ്റെ
അഡ്വൈസിലാണ് അത് പൊളിഞ്ഞെങ്കിൽ അതിൻ്റെ കൂടെ അത് പൊളിക്കാനായിട്ടുള്ള സമ്മതം കൊടുത്തതും ഇതേ മുലായം സിംഗ് യാദവാണ്. അപ്പോൾ മുലായം സിംഗിൻ്റെ രാഷ്ട്രീയ ചരിത്രം വളരെ ഉജ്ജ്വലമായിട്ടുള്ളൊരു തുടർക്കയിൽ നിന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള യൂ ടേണുകൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള അലയൻസുകൾ, അദ്ദേഹം പാർട്ടികളുമായിട്ട് നടത്തിയിട്ടുള്ള പല രീതിയിലുള്ള ഒരു അപ്പോഴുള്ള വളരെ സങ്കുചിതമായിട്ടുള്ള കാൽക്കുലേഷൻസൂടെ നടത്തിയുള്ള ഒരു രാഷ്ട്രീയമെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് താങ്കൾ ചോദിച്ചത് ഇതിപ്പോൾ ആർക്ക് ബെനിഫിറ്റ് ചെയ്യുമെന്നാണ്. ഈ പ്രശ്നങ്ങൾ ഇതേപോലെ തന്നെ പോയാൽ സ്വാഭാവികമായിട്ട് യു പിയിലെ പ്രധാനപ്പെട്ട മത്സരം BJPയും മായാവതിയും തമ്മിലായി മുന്നോട്ട് വരുവാനാണ് സാധ്യത എന്നാണ് പൊതുവെ ആളുകൾ വിചാരിക്കുന്നത്. അഡ്വക്കേറ്റ് PH ശ്രീധരൻപിള്ള, താങ്കൾക്ക് ഇപ്പോൾ കേൾക്കാമോ? കേൾക്കാം. സാർ, ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയിലെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി BJP മാറുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോഴത്തെ പ്രതിസന്ധിയെ പുതിയൊരു സാധ്യതയായി നിങ്ങൾ കാണുന്നുണ്ടോ? ഇപ്പോൾ 2014 നിങ്ങൾക്ക് അവിടെ നേടാൻ കഴിഞ്ഞത് അഭൂതപൂർവമായ വിജയമാണ്. അമിത്ഷാ പോലും ആഭ്യന്തരമായി നടത്തുന്ന വിലയിരുത്തലിൽ അത്തരമൊരു വിജയസാധ്യത അല്ലെങ്കിൽ ആ രൂപത്തിലുള്ളൊരു നേട്ടം ആവർത്തിക്കാൻ കഴിയില്ല എന്ന് വിലയിരുത്തിയതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി അതൊരു വലിയ സാധ്യതയായി നിങ്ങൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ അമിത്ഷാ തന്നെയാണ് നേരിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവിടുത്തെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്. അപ്രതീക്ഷിതമായി ആരും പ്രതീക്ഷിക്കാതെ യു പിയിൽ ഇത്രയും നേട്ടമുണ്ടാക്കുന്ന പിന്നിലെ മാസ്മര ശക്തികളിലൊന്ന് അമിത്ഷാ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെയാണ് കാര്യങ്ങളെ നേരിടുന്നത് എന്നാണ് വളരെ വ്യക്തമാണ്. ഏതായാലും ഈ സമാജവാദ പാർട്ടിയിലെ പിളർപ്പ് അല്ലെങ്കിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ തത്വാധിഷ്ഠിതമോ തന്ത്രാധിഷ്ഠിതമോ അല്ല. അതിൻ്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ അന്ധമായ BJP വിരോധത്താൽ തികച്ചും നെഗറ്റീവായ നിഷേധാത്മകമായ ഒരു സമീപനം വഴി ഒരു ബദൽ രൂപപ്പെടുത്താനുള്ള ശ്രമമാണ് ഇന്ത്യയിൽ. അത് വിവിധ സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ അതിനേറ്റ തിരിച്ചടിയായിട്ട് വേണം യു പിയിലെ ഈ സംഭവവികാസങ്ങളെ കാണേണ്ടത്. ഇപ്പോൾ ഓരോ പാർട്ടികളും, ഇപ്പോൾ ബീഹാറിലും അതുപോലെ തന്നെ, എന്നോട് ഒരുപക്ഷെ വർഗീസ് ചോദിച്ചൊന്നും വരില്ല, അവിടെയും ഇതുപോലെ തന്നെയുള്ള കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യം സൂക്ഷ്മമായി നമുക്ക് രാഷ്ട്രീയം വിലയിരുത്തും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ദുർബലമാകുന്നു. ബദലായി കോൺഗ്രസിനോടൊപ്പം കൂടുന്ന നരേന്ദ്രമോദി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി വരുന്നവരെല്ലാം ആന്തരിക സംഘർഷങ്ങളും പടലപിണക്കങ്ങളും ഉള്ള തത്വാധിഷ്ഠോ തന്ത്രാധിഷ്ഠോ അല്ലാന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തകർച്ച തീർച്ചയായും BJPക്ക് കൂടുതൽ വളക്കൂറുള്ള മണ്ണാക്കി രാജനൈതിക രംഗത്തെ മാറ്റും എന്നുള്ള കാര്യം ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും BJP എടുത്തു ചാടിയ അക്കാര്യത്തിൽ ആരുടെ ഭാഗത്ത് അത് അവരുടെ ആഭ്യന്തര കാര്യമാണോ, അതിലേക്ക് പോകട്ടെ. സുസ്ഥിരത എന്ന് പറയുന്ന ഒന്ന് ഇന്ത്യയിൽ പ്രദാനം ചെയ്യാൻ ഇന്നത്തെ അവസ്ഥയിൽ BJPക്ക് മാത്രമേ സാധിക്കൂ. അത് യു പിയിലായാലും ഡൽഹിയിലായാലും അത് സാധിക്കൂ എന്ന് ഓരോ ദിവസം കഴിയുന്തോറും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ രാഷ്ട്രീയത്തെ സാമ്പത്തിക വളർച്ചയായാലും രാജ്യത്തിൻ്റെ മൊത്തം വികസനമായാലും സുസ്ഥിരതയിൽ ഊന്നിയ രാഷ്ട്രീയത്തിനാണ് സാധിക്കുക എന്നുള്ളത് പ്രായോഗികമായി തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. അതിന് സാധിക്കുന്ന ശക്തിയായി BJP നിൽക്കുന്നു. അതിനെതിരെ മറ്റുള്ളവർ ഒത്തുകൂടാൻ ശ്രമിച്ചവരൊക്കെ തന്നെ ശൈഥില്യത്തിലേക്ക് പോകുന്നു. ഈ രാഷ്ട്രീയ പരിസ്ഥിതി തീർച്ചയായും BJP ഞങ്ങൾക്ക് ഗുണകരമായി എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് തോന്നുന്നു. ശ്രീ M. ലിജു, ഇന്ന് പ്രധാനമന്ത്രിയും യു പിയിലുണ്ടായിരുന്നു. ഒരു വലിയ പൊതുറാലിയിൽ അദ്ദേഹവും പങ്കെടുക്കുകയുണ്ടായി. വലിയ പ്രഖ്യാപനങ്ങളും അതിലുണ്ടായി. പക്ഷേ രാഷ്ട്രീയമായ സന്ദേശവും അതിൽ അദ്ദേഹം നൽകുകയുണ്ടായി. അത് യു പി തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ മുലായത്തിൻ്റെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധിയെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ എന്താണ് രാഷ്ട്രീയമായി BJP ഈ സാഹചര്യത്തെ കാണുന്നത് എന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇതൊരു വലിയ സാധ്യതയായി BJPക്ക് തുറന്നു കിട്ടുകയാണ് എന്ന ആശങ്ക കോൺഗ്രസിനുണ്ടോ? ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാന സർക്കാർ മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തിലാണ്. അഖിലേഷ് യാദവ് മുഖ്യമന്ത്രിയായി. അപ്പോൾ സ്വാഭാവികമായും ആ പാർട്ടി ദുർബലപ്പെടുമ്പോൾ മതേതര ചേരിക്ക് ആശങ്കയുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ മുന്നേറ്റം നൽകിയ ഒരു സംസ്ഥാനത്ത് അതിന് കാരണമായത് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസും BSPയും മുലായം സിംഗ് യാദവുമൊക്കെ ചേരി തിരിഞ്ഞ് മത്സരിച്ചപ്പോൾ ഉണ്ടായ ഒരു വോട്ടുകൾ വിഭജിച്ചപ്പോൾ ഉണ്ടായ ഒരു വലിയ മുന്നേറ്റമാണ് BJPക്ക് ലഭിച്ചത്.
വീണ്ടും അത്തരത്തിൽ സമാജ്വാദി പാർട്ടിയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ദുർബലപ്പെടുമ്പോൾ അത് ഒരർത്ഥത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മുലായം സിംഗ് യാദവ് ദുർബലപ്പെട്ടാൽ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി ദുർബലപ്പെട്ടാൽ ആ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ മതേതര ചേരിയെ പ്രതിനിധാനം ചെയ്യുവാൻ BSPയും കോൺഗ്രസും ഉണ്ട് എന്ന യാഥാർത്ഥ്യം തള്ളിക്കളയേണ്ട. BSP വളരെ ശക്തമായി UPയിൽ സാന്നിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അവരൊറ്റയ്ക്ക് തന്നെ ഒരു ഗ്രാൻഡ് അലയൻസിലൂടെ ഉത്തർപ്രദേശ് മുമ്പ് ഭരിച്ചിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള മതേതര വോട്ടുകൾ മുലായം സിംഗ് യാദവിലേക്ക് മാറിപ്പോയപ്പോഴാണ് പലപ്പോഴും BSP ദുർബലപ്പെട്ടിട്ടുള്ളത്. മുലായമിൻ്റെ ചേരി, സമാജ്വാദി പാർട്ടിയുടെ ചേരി ദുർബലപ്പെട്ടാൽ അത് BSPയിലേക്കും കോൺഗ്രസിലേക്കും ആ വോട്ടുകൾ മാറുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 2006 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 25 ലോക്സഭാ സീറ്റുകൾ ലഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതിനുണ്ടായ ഒരു സാഹചര്യം, കോൺഗ്രസ്സാണ്